ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ വിചാരിച്ചു ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ കാണിക്കാമെന്ന്. ഇതിപ്പോൾ എൻ്റെ ബാക്കാണ് കാണുന്നതല്ലേ, സോറി. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയായിരുന്നു. അങ്ങനെ കടലക്കറി വെക്കാനുള്ള കാര്യത്തിലോട്ടൊക്കെ കടന്നു. അങ്ങനെ ദാണ്ടേ കടല വേവിക്കാൻ കുക്കറിനകത്തിട്ടാണ്. ഇത് കുറച്ച് ചുവന്നുള്ളിയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കുകയാണ് കടല. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കട്ടൻ ചായ ഇട്ട് കുടിച്ചു. ദാണ്ടേ കടലക്കറി വെക്കാനുള്ള ഉള്ളി എല്ലാം വഴറ്റാൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അതിൻ്റെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഞാനെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വഴറ്റുന്നത്. എല്ലാം കൂടെ വാട്ടി അതിനുശേഷം പിന്നെ കുറച്ച് മുളക് പൊടി, ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു തക്കാളിയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കും. മസാലപ്പൊടി ഇടും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല എടുത്ത് അതിനകത്തോട്ട് തട്ടും. പിന്നെ ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും. കറിവേപ്പില ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കും. ഇവിടെ വീട്ടിൽ കറിവേപ്പില മരം ഇല്ല, ഭയങ്കര പാടാണ് കിട്ടാൻ. അങ്ങനെ കറിവേപ്പിലയെല്ലാം ഇട്ട് കൊടുത്ത് ഇതിപ്പോൾ അച്ചാച്ചൻ എൻ്റെ ഹസ്ബൻഡ് പുള്ളിയുടെ കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില. അങ്ങനെ കറിവേപ്പിലയെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെന്താ അതിനാവശ്യമുള്ള ചാറും എല്ലാം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മോന് ലഞ്ച് കൊണ്ടുപോകാനുള്ള പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയായിരുന്നു. അപ്പോൾ അതിനുള്ള പൊട്ടറ്റോ എല്ലാം അരിഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അവന് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി കൊണ്ടുപോയത്. പക്ഷെ കൊണ്ടുപോയിട്ട് കഴിച്ച്. ഇന്നലെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ ഞാൻ ഇതെല്ലാം കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിക്കുള്ള പൊട്ടറ്റോ എല്ലാം എണ്ണയ്ക്കകത്ത് വഴറ്റിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വാട്ടിയെടുത്തു. അത്രേ ചെയ്തോളൂ. ഒന്ന് വേവിച്ചെടുത്തു. അപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അധികം മസാല ചേർക്കണ്ടല്ലോ. പിന്നെ അങ്ങനെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി, കടലക്കറി റെഡിയായി. ഈ 2 പാത്രത്തിനും ഒരേ അളവാണ് അടപ്പിന്. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും കേട്ടോ. പിന്നെ ദാണ്ടേ മോര് കാച്ചാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഇത് ഞാൻ ഷോർട്സായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്ത് തൈരിൻ്റെ കൂടെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വഴറ്റി ഒരു 2 വെണ്ടയ്ക്കായും കീറിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഒരു തക്കാളി ഇട്ട് വാട്ടും. അതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന തൈരെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യമുള്ള ഉപ്പും ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക മോര് കറി റെഡിയായി കിട്ടും. അങ്ങനെ അതൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് മോൻ എണീറ്റ് വന്ന് അവനെ എടുക്കണം. ഭയങ്കര കൊഞ്ഞയാണ് രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും. അങ്ങനെ വേണ്ടേ മോര് കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോര് കറി. നമുക്ക് എളുപ്പം ഉണ്ടാക്കാം, തേങ്ങയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോര് കറിയാണ്. പിന്നെന്താ, പിന്നെ ദോശ ചുട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ മോന് ചമ്മന്തി അരയ്ക്കാനുണ്ടായിരുന്നു സ്കൂളിൽ കൊണ്ടുപോകാൻ. ദോശ ചുട്ടുകൊണ്ടേയിരിക്കുക. ദോശ ചുട്ടു അതാണ്ട് ചമ്മന്തി അരയ്ക്കുന്നു. ചമ്മന്തി മോന് കൊണ്ടുപോകാൻ വേണ്ടി ചമ്മന്തി അരയ്ക്കുകയാണ്. തേങ്ങയും പിന്നെ കുറച്ച് പുളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി കിട്ടും. മോന് കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ ഇഞ്ചിയൊക്കെ ഇട്ട് അടിച്ച് കൊടുക്കും കേട്ടോ. കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണ്ടേ. ഇഞ്ചിയൊക്കെ ഇട്ടടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കിട്ടുന്നത്. കറിവേപ്പില എല്ലാം ഇട്ട് ചമ്മന്തിയെല്ലാം അടിച്ചെടുത്തു. അപ്പോൾ പിന്നെ പാത്രമൊക്കെ കഴുകി അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ കറണ്ട് പോയായിരുന്നു, എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, അത് കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ.